നമസ്കാരം. ഒരു കാലത്ത് മലയാളികളുടെ മനസ്സിലിടം നേടിയ താരജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും വേർപിരിഞ്ഞുവെന്ന വാർത്ത ഏറെ ദുഃഖത്തോടെയാണ് മലയാളികൾ സ്വീകരിച്ചത്. വിവാഹത്തോടെ മഞ്ജു വാര്യർ സിനിമയോടും അഭിനയത്തോടും വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങി. ഈ പുഴയും കടന്ന് എന്ന കമൽ ചിത്രത്തിൽ ദിലീപും മഞ്ജുവും നായികാനായകന്മാരായി അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത്. മലയാള സിനിമാ ലോകത്തെയും തന്നെയും ഞെട്ടിച്ച പ്രണയമായിരുന്നു മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ളത്. 4 വർഷത്തോളം പ്രണയിച്ച ശേഷം 1998 ഒക്ടോബർ 20-നാണ് ദിലീപും മഞ്ജുവും വിവാഹം കഴിക്കുന്നത്. പ്രണയിച്ച വിവാഹിതരായ ഇരുവരും 14 വർഷങ്ങൾക്ക് ശേഷമാണ് വേർപിരിഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിലീപിനെയും മഞ്ജുവിനെയും എല്ലാം അപകീർത്തിപ്പെടുത്തുന്ന ആരോപണങ്ങളുമായി സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയതും വാർത്തയായിരുന്നു. താനുമായി മഞ്ജു വാര്യർ അടുക്കാത്തതിന് കാരണം മുൻ ഭർത്താവായ ദിലീപ് ആണെന്ന ആരോപണമാണ് അടുത്തിടെ തന്റെ പുതിയ കുറിപ്പിലൂടെ സനൽ ആരോപിച്ചത്. ഇപ്പോഴത്തെ സനലിന്റെ ഈ വാക്കുകളെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മഞ്ജു വാര്യർക്ക് ഒരു കുടുംബജീവിതം ഉണ്ടാക്കിയേ തീരൂ എന്ന വാശിയിലാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ. കേസും അറസ്റ്റും അമേരിക്കയിലെ വാസവും ഒക്കെയായി ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ അയാൾ. സനൽ കോളേജ് കാലത്ത് പ്രണയിച്ച ആളെയാണ് വിവാഹം ചെയ്തത്. 2 ആൺമക്കളുമുണ്ട്. ആ ബന്ധത്തിൽ വൺ വേ പ്രേമകഥയിൽ അറസ്റ്റിലായപ്പോൾ കാപ്പാത്തുങ്കു എന്ന് വിളിച്ച് പറഞ്ഞ് കരഞ്ഞതിന് പിന്നാലെ ഇയാളുടെ ഭാര്യയും ഇയാളും തമ്മിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു. അവർ തന്റെ കൂടെ പഠിച്ച ഒരു പോലീസുകാരനെ പുനർവിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു. സനൽകുമാർ പറയുന്നത് തന്നെ ആരോ CCTV പോലെ നിരീക്ഷിക്കുന്നുവെന്നാണ്. അതിന് കാരണം തന്റെ കയറ്റം എന്ന സിനിമയിലെ നായികയായ മഞ്ജു വാര്യർ എന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ കടന്നുവന്നതാണെന്ന് സനൽകുമാർ വിശ്വസിക്കുന്നു. ഒരു പടത്തിൽ എക്സ്ട്രാ ബ്രില്യന്റ് ആയ ഒരു നടി അഭിനയിക്കാൻ തയ്യാറാവുമ്പോൾ അത് കഴിഞ്ഞാൽ അവരോട് നമസ്കാരം പറഞ്ഞ് പിരിയുന്നതാണ് മാന്യത. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഒരു സ്ത്രീയോട് മാനസികമായി അടുപ്പം പാടില്ലെന്ന് ആരാണ് നിർബന്ധം പിടിക്കുന്നതെന്നാണ് സനൽകുമാർ ചോദിക്കുന്നത്. മഞ്ജു വാര്യർ എന്ന സ്ത്രീ തന്റെ ആദ്യ ഭാര്യ ആയിരുന്നതിനാൽ മറ്റൊരു പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന മുൻ ഭർത്താവിന്റെ നീചവും രോഗാതുരവുമായ മാനസികാവസ്ഥയുടെ തിക്തഫലങ്ങളാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സനൽകുമാർ കണ്ടെത്തിയത്. അതായത് ദിലീപാണ് മഞ്ജു വാര്യരെ തന്നോട് അടുക്കാൻ സമ്മതിക്കാത്തതെന്നാണ് അയാൾ പറഞ്ഞു വരുന്നത്. എന്ത് ബോറനാണെന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപ് മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്തു, വേറെ കല്യാണം കഴിച്ചു, കുട്ടിയായി. അയാൾ കേസിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇയാളെക്കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ദിലീപിന് ആഭ്യന്തര വകുപ്പിന് പിന്തുണയുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. ഇത് സംബന്ധിച്ച തെളിവുകൾ പിന്നീട് പുറത്തുവിടുമത്രേ. ദിലീപിന് പിണറായി പോയിട്ട് ആലുവയിലെ ബ്രാഞ്ച് സെക്രട്ടറിയുമായി പോലും ബന്ധം കാണില്ല. ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും മഞ്ജു എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് സനൽകുമാർ ചോദിക്കുന്നത്. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഞ്ജു വാര്യർ എന്ന നടിയെക്കുറിച്ച് പല പൊട്ടന്മാരും പറയും. അതിനൊക്കെ അവർ എന്തിനാണ് പ്രതികരിക്കുന്നത്? താനും മകളും കൊല്ലപ്പെടുമെന്ന ഭീതി കൊണ്ടാണത്രേ മഞ്ജു പ്രതികരിക്കാത്തത്. അതായത് മഞ്ജു വാര്യരെയും മീനാക്ഷിയെയും ദിലീപ് കൊല്ലും അത്രേ ഇയാളെ പ്രണയിച്ചാൽ, കല്യാണം കഴിച്ചാൽ. മീനാക്ഷി കൊല്ലാതിരിക്കാനുള്ള പേടി കൊണ്ടാണ് മഞ്ജു സനൽകുമാറിനെ പിടികൊടുക്കാത്തതെന്നാണ് അയാൾ പറയുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാട്ടിൽ വെച്ച് നമുക്ക് കാണണ്ട, അമേരിക്കയാണ് കൂടിക്കാഴ്ചയ്ക്ക് പറ്റിയ സ്ഥലമെന്ന് മഞ്ജു സനലിനോട് പറഞ്ഞത്രേ. പ്രേമിക്കാൻ പറ്റിയ സ്ഥലം അമേരിക്കയാണെന്ന് പറഞ്ഞെന്ന്. എമ്പുരാന്റെ ചിത്രീകരണം നടക്കുമ്പോൾ കാണാമെന്ന് സമ്മതിച്ചിരുന്നെന്നും എന്നാൽ ആ ട്രിപ്പിൽ മഞ്ജു ഇല്ലാതിരുന്നതിനാൽ കൂടിക്കാഴ്ച കഴിഞ്ഞില്ലെന്നും സനൽ പറയുന്നു. കഴിഞ്ഞ മാസം അവൾ അമേരിക്കയിൽ വന്നു. നമ്മുടെ സംഭാഷണം പ്രസിദ്ധീകരിച്ച ശേഷം നമുക്ക് മേലുള്ള നിരീക്ഷണം ശക്തമായതോടെ പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് പരിഹസിച്ചു. നേരത്തെയും മഞ്ജു എന്തുകൊണ്ട് പരസ്യമായി പ്രണയം പറയാത്തതെന്നും അവരുടെ മകളുടെ ജീവന് ഭീഷണിയാണെന്ന് കരുതി തന്നോട് സംസാരിക്കുന്നില്ലെന്നും സംവിധായകൻ പറഞ്ഞിരുന്നു. ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് സനൽകുമാർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. സമൂഹം ഒരു തമാശയാണ്, അങ്ങനെയൊന്ന് നിലനിൽക്കുന്നു തന്നെയില്ല എന്ന് തോന്നും ചിലപ്പോൾ. എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ടുള്ള സംഭാഷണത്തിൽ 2 മനുഷ്യരാണല്ലോ ഉള്ളത്. അത് ആരും ആയിക്കോട്ടെ. ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും അതിന് ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന് ഭീഷണിയാകുമെന്നുമാണല്ലോ പ്രധാനമായും അതിലുള്ളത്. അത് ആരാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ? അതിൽ സത്യമുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ? ഞാൻ പൊതുസമൂഹത്തെ പറ്റിക്കുകയാണെന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ തിരക്കി പോകാൻ ഒരു സമൂഹം തയ്യാറാകേണ്ടതില്ലേ? നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇതൊരു പാഴ് സമൂഹമാണ്. ഞാൻ തോൽവി സമ്മതിച്ചു. മുൻപ് നിന്റെ മൗനം എന്നിൽ ഉണർത്തിയിരുന്ന വികാരം കോപമായിരുന്നു. ഇപ്പോൾ ഭയവും ആദ്യവുമാണ്. നിന്നെ ഓർക്കുമ്പോൾ ഉള്ളിലാളുന്ന തീ കാരണം എഴുതാതിരിക്കാൻ കഴിയുന്നില്ല. കടലാസ് വഞ്ചി പുഴയിൽ ഒഴുക്കിവിടും പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കുമെന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു. നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ മറ്റെന്താണ് വഴി? എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാണ് സനൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മഞ്ജു വാര്യർ ഇയാൾക്കെതിരെ പരാതി കൊടുത്തതിനു ശേഷവും സനൽകുമാർ രംഗത്തെത്തിയിരുന്നു. കമന്റുകളുമായി വന്ന 2 ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സനൽകുമാർ. 1, എന്താണ് മഞ്ജു കൊല്ലപ്പെട്ടേക്കാനുള്ള കാരണം? 2, അവർക്ക് ഭീഷണിയുണ്ടെന്ന കാരണത്താൽ അവർ ശബ്ദം മാറ്റി സംസാരിച്ച കോൾ അവരോട് ജീവനോളം പ്രണയമുള്ള താങ്കൾ പരസ്യപ്പെടുത്താൻ പാടുണ്ടായിരുന്നു എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു. 2, ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ കൊല്ലപ്പെടുമെന്ന അവസ്ഥ ഉള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മഞ്ജു വാര്യർ എന്നെ കണക്ട് ചെയ്തത്. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്തറിഞ്ഞിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി. മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും എനിക്കൊരു മെസ്സേജ് ലഭിച്ചതാണ്. 1, മഞ്ജു വാര്യരുടെ സോഷ്യൽ മീഡിയ മറ്റാളുകളും ആക്സസ് ചെയ്യുന്നു എന്ന് അറിയാവുന്നത് കൊണ്ടായിരുന്നു അത്. മറ്റൊന്ന്, മഞ്ജു വാര്യരുടെ അഡ്വക്കേറ്റ് എന്ന് അവകാശപ്പെടുന്ന ശാന്തി ദേവി എന്നെ വിളിക്കുകയും കേസിന്റെ കാര്യം സംസാരിക്കാനോ അമിക്കബിൾ സെറ്റിൽമെന്റിനോ ആയി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തതാണ്.
അത്തരമൊരു മെസ്സേജ് അയക്കാൻ താൻ ആവശ്യപ്പെട്ടില്ലായിരുന്നു എന്ന് എന്നോട് മഞ്ജു വാര്യർ പറഞ്ഞു. ഇതൊക്കെ ഞാനും മഞ്ജു വാര്യരും തമ്മിൽ സംസാരിക്കുന്ന വിവരം അവരെ തടഞ്ഞു വെക്കുന്ന മാഫിയയുടെ കണ്ണിൽ അത് അറിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കാരണമായി. ഈ സന്ദർഭത്തിൽ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിടേണ്ടത് ഒഴിവാക്കാനാവാത്തതായതുകൊണ്ടാണ് ഞാനത് പുറത്തുവിട്ടത്. ഒന്ന്, മഞ്ജു വാര്യർക്ക് വധഭീഷണി ഉള്ളതിന് കാരണങ്ങൾ പലതുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ഉള്ളടക്കം അതിലൊന്നാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു എന്ന് പ്രചരിക്കപ്പെടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല. പുറത്തു വന്ന പേജുകളിൽ ആരുടെയും പേരുകളോ മൊഴികളോ ഇല്ല. മൊഴി കൊടുത്തവരുടെ പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് മഞ്ജു വാര്യർ ഇങ്ങനെയാണ് മൊഴി കൊടുത്തതെന്ന് പ്രചരിപ്പിക്കപ്പെട്ടത്? മഞ്ജു വാര്യർ WCCയെ വഞ്ചിച്ചു എന്നും മൊഴി മാറ്റി പറഞ്ഞു എന്നും വ്യാപകമായി വീഡിയോകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രണയം പറഞ്ഞു എന്ന പേരിൽ മാനഹാനി ഉണ്ടായി എന്ന് കേസ് കൊടുത്ത മഞ്ജു വാര്യർ എന്തുകൊണ്ട് അത്തരം വ്യാപകമായ പ്രചരണങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ല? WCCയിൽ മഞ്ജു വാര്യർ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് മൊഴി കൊടുത്തു എന്ന് അടിസ്ഥാനരഹിതമായി പ്രചരിക്കപ്പെടുന്ന പോലെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ മഞ്ജു വാര്യർ സനൽകുമാർ ശശിധരനെ തനിക്ക് വധഭീഷണി ഉണ്ടെന്ന് മൊഴി കൊടുത്തു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്. ജീവനോടെയുള്ള കാലം മഞ്ജു വാര്യർ പൊതുജനത്തോട് ഇക്കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പിക്കാനാണ് അവരെ പുറമെ കാണാനാവാത്ത തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ മഞ്ജു വാര്യർ ഏതെങ്കിലും വിധത്തിൽ പൊതുജനത്തോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന ഡാമേജ് ആർക്കാണെന്നും എത്രയാണെന്നും ഊഹിക്കാമല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഈ സർക്കാരിന്റെ ബന്ധശ്രദ്ധയും ഇവിടെ കാണണം. കാരണങ്ങൾ വേറെയും ഉണ്ടെന്നുമാണ് സനൽകുമാർ പറയുന്നത്.